ആൻഡ് വെൽക്കം ബാക്ക്. പ്രദീപ് പന്തിൻ്റെ കൂടെയുള്ള ഒരു യാത്രയിലായിരുന്നു നമ്മൾ. ചെറാപുഞ്ചി സെ ആയാ ഹും. മേഘാലയയുടെ സൗന്ദര്യം കണ്ട്, ഷിലോങ്ങിൻ്റെ സൗന്ദര്യം കണ്ട്, അങ്ങനെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് പാർട്ടിലെ ഒരു ഏരിയ വളരെ പരിചിതമായി നമുക്ക് തോന്നി. അവിടുത്തെ കൾച്ചർ, അവിടുത്തെ സൗന്ദര്യം. ആ യാത്ര ഇപ്പോൾ തുടരുകയാണ്. हम लोगों को जहाँ ठहराया गया था वहाँ रसोइया अच्छी सब्जी नहीं बनाता था, इसलिए भाई कमलेश्वर की पत्नी गायत्री जी ने कहा, आज शाम बाज़ार से सब्जी खरीद कर खाना हम लोग बनाएंगे. मैं और നീലം സറാഫ് ഇവരൊരു ഗ്രൂപ്പാണ്. ഇവർ പോയത് നമ്മുടെ രാജ്യത്തെ തന്നെ പല സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർ, അതും എല്ലാ അക്കാഡമീഷ്യൻസാണ്, അധ്യാപകരാണ് കൂടുതലും. അപ്പോൾ ഇവരൊരു അക്കാഡമിക് സെമിനാറിന് പങ്കെടുക്കാൻ പോയതായിരിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട്? दिल्ली से भाई कमलेश्वर, धर्मेंद्र गुप्त, जम्मू से आई हिंदी की प्राध्यापिका डॉक्टर नीलम सराफ, उनके पति, പിന്നെ മധുകർ സിംഗ്, മദ്രാസിൽ നിന്ന് ഷൗരി രാജൻ, പട്ടിയാല സെ ആയ പുഷ്പപാൽ സിംഗ്. അങ്ങനെ ഈ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഇന്ന് നമ്മൾ സ്വയം പച്ചക്കറി വാങ്ങിച്ച് നമ്മൾ തന്നെ കറി ഉണ്ടാക്കും. കാരണം ഇവിടുത്തെ റസോയ്യ അത്ര നല്ല അവരുടെ ടേസ്റ്റ് അനുസരിച്ചല്ല ഉണ്ടാക്കുന്നത്. इम्फाल के माइती बाज़ार की ओर चल दिए. हमारे साथ मणिपुर विश्वविद्यालय में हिंदी के प्रोफेसर और कथाकार जवाहर सिंह, वहीं एक कॉलेज में प्रिंसिपल डॉक्टर शुक्ला और उनकी शिष्या, यह उत्तर भारतीय महिला. അപ്പോൾ പല കോളേജിലെ ഹിന്ദി പ്രൊഫസേഴ്സായിരുന്നു ഇവരുടെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ പോയി മൈത്തി ബസാർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. സ്ത്രീകൾ മാത്രം വിൽപ്പന നടത്തുന്ന ഒരു മാർക്കറ്റാണ്, അവരുടെ ഒരു സ്പേസാണ്. എല്ലാ കച്ചവടക്കാരും സ്ത്രീകളാണ്. അങ്ങനെ ഒരു പ്രത്യേകത ആ മൈത്തി ബാസാറിന് ഉണ്ട്. അവിടെ ചെന്നപ്പോൾ എന്താണ്? സച്ച്മുച്ച് ദിഖായി ദീ थी महिलाएं, केवल और केवल महिलाएं. उन्हीं के बीच सब्जियों की दुकान सजाए बैठी थी इस उत्तर भारतीय महिला की മണിപ്പൂരി സാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് ഒരു നോർത്ത് ഇന്ത്യൻ ഗേൾ മണിപ്പൂരി പയ്യനെ വിവാഹം കഴിക്കുകയും മണിപ്പൂരിൽ വന്നപ്പോൾ കാണുന്നത് അമ്മായിയമ്മ തലയിൽ കൊട്ടയും വട്ടിയൊക്കെ വെച്ച് ഈ മായ്തി ബാസാറിലേക്ക് പോകുന്ന സീൻ. അപ്പോൾ പിന്നീട് അവർക്ക് അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാകുകയും ആ സ്ത്രീയെയും ഞങ്ങൾ അവിടെ കണ്ടുമുട്ടി. लेकिन मणिपुर में महिलाओं की स्थिति उतनी अच्छी नहीं है. पुरुष का बहुविवाह करना आम बात है, कई बार स्टेटस सिंबल जैसा. जो पुरुष जितनी ज़्यादा पत्नियां रख सके उसका समाज में उतना ही रुतबा है. മണിപ്പൂരും മേഘാലയവും രണ്ടും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റാണ്. ഇന്ത്യയുടെ അടുത്തടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ്സ് ആണെങ്കിലും രണ്ടിൻ്റെയും കൾച്ചർ തമ്മിൽ വ്യത്യാസമുണ്ട്. മണിപ്പൂരിലെ സ്ത്രീകളുടെ സ്റ്റാറ്റസ് അത്ര നല്ലതല്ല, പരിതാപകരമായ അവസ്ഥയാണ്. കാരണം അവിടെ പുരുഷന്മാർക്ക് പോളിഗാമി അലൗഡാണ്. എന്നുവെച്ചാൽ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ ഭാര്യമാരായിട്ട് വെക്കാൻ ഉള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അത് പലപ്പോഴും അതൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കണക്കാക്കപ്പെടുന്നു. ജോ പുരുഷ് ജിത്നി ജ്യാദാ പത്നിയാ രഖ് സകെ ഉസ്കാ സമാജ് മേ ഉത്നാ ഹി റുത്ബാ ഹെ. ഏതെങ്കിലും പുരുഷന് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ ഭാര്യയായിട്ട് പോറ്റാൻ പറ്റുകയാണെങ്കിൽ അതെന്തോ വലിയ കാര്യം പോലെയാണ്. इस माने में मेघालय की स्थिति भिन्न है, क्योंकि यहाँ मात्र सत्तात्मक परिवार व्यवस्था है, സാങ്മ कहते हैं. ഇപ്പം ഞങ്ങളുടെ ഗൈഡ് എന്ന രൂപേണ വന്ന സാങ്മ അവിടുത്തെ ലോക്കൽ ആളാണ്. അയാൾ പറയാണ് മണിപ്പൂരിൽ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്, പക്ഷേ മേഘാലയയിൽ സ്ത്രീകൾക്ക് നല്ല സ്ഥാനമാണ്. കാരണം അവിടെ മാത്ര സത്താത്മക് പരിവാർ മെട്രിലിനിയൽ സിസ്റ്റമാണ്. അവിടെ അമ്മയ്ക്കാണ് സ്ഥാനം. അമ്മയുടെ സ്വത്തും എല്ലാം മകൾക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സമൂഹത്തിലൊരു നിലയും വിലയുണ്ട്. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെയും കണ്ടു. നോക്ക്, അമ്മയുടെ പേരാണ് അവർ ഇനീഷ്യലായിട്ട് കുട്ടികൾ എടുക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. और तभी एक मोड़ निकलने पर चेरापूंजी का छोटा सा बाज़ार दिखाई पड़ता है, और इस बाज़ार में भी दुकानों पर बैठी हैं महिलाएं. फिर चाहे दुकान फल सब्जियों की हो या पान बीड़ी सिगरेट की. പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് നോക്കിയപ്പം എല്ലാ കടകളിലും സ്ത്രീകളാണ് കൂടുതലും വിൽക്കാൻ ഇരിക്കുന്നത്. അത് ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ കടയാണെങ്കിലും അതല്ല പാൻ ബീഡി സിഗരറ്റൊക്കെ വിൽക്കുന്ന കടകളിലും എല്ലാ സ്ത്രീകളാണ് ഇരിക്കുന്നത്. हम आगे बढ़ जाते हैं.
अब आ गया है മോസ്മായി ഗാവ്. ഈ മോസ്മായി വില്ലേജ് വളരെ ഫേമസ് ആണ്. ഇവിടെ ഒരു നോഷങ്തിയാങ് വാട്ടർഫോൾ ഉണ്ട്. कुछ आगे बढ़कर सांगमा ने जीप रुकवा दी है. हम सभी नीचे उतर गए हैं. सामने दिखाई पड़ रहा है नौशंगतियांग प्रपात, जो मौसमाई प्रपात के नाम से लोकप्रिय है. ഇതിനെ മോസ്മായി വാട്ടർഫോൾ എന്നും പറയും. पास ही एक पर्यटक बस खड़ी है. उससे उतरकर कुछ दक्षिण भारतीय इस अद्भुत प्रपात को निहार रहे हैं. ऊंचे पहाड़ से सैकड़ों फुट नीचे पानी लगातार बेरोक टोक गिर रहा है. लगातार गिरता चला आ रहा है. जाने कब से, कितनी सदियों से इस प्रपात से पानी निरंतर झरता रहता है और कल कल करता हुआ ബംഗ്ലാദേശ് की ओर चला जाता है. ഈ വലിയ വാട്ടർഫോൾ ഉണ്ടല്ലോ, ഈ കാണുന്ന നോഷങ്തിയാങ് പ്രപാത്, ഇതിൽ നിന്ന് എത്രയോ കാലം കൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി താഴോട്ട്, താഴത്തെ ആ ഭൂപ്രദേശം ബംഗ്ലാദേശാണ്, അടുത്ത കൺട്രിയാണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ബോർഡർ ലൈനിലാണ്. वह देखिए सामने रहा बांग्लादेश, सांगमा के साथियों में से एक कहता है. हालांकि सामने हल्का कोहरा है, लेकिन पानी में डूबा हुआ सा बांग्लादेश का कुछ मैदानी भाग नज़र आ जाता है. അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ പറയുന്നു അത് കാണുന്നതാണ് ബംഗ്ലാദേശ്. അപ്പം ഒരു മൂടൽമഞ്ഞ് കാരണം ഞങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ബംഗ്ലാദേശിൻ്റെ കുറച്ച് മൈതാനി ഭാഗം, കുറച്ച് സമതലമായ പ്രദേശങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി. अभी अभी जब जीप से उतरे थे हल्की धूप थी और अभी क्षण भर बाद ही बादल घिरे और हल्की हल्की वर्षा होने लगी. मैं सांगमा के आगे अपना पुराना सवाल दोहराता हूँ. क्या साल भर यहाँ वर्षा होती रहती है? ഞങ്ങൾ ഇറങ്ങിയപ്പം ഇളം വെയിലായിരുന്നു, പിന്നീട് നോക്കി മഴ പെയ്യാൻ തുടങ്ങി, അല്പം ചാറാൻ തുടങ്ങി. അപ്പം ഞാൻ സാങ്മയോട് ചോദിക്കും, ഇവിടെ എപ്പോഴും മഴ തന്നെയാണോ? പന്ത് സാഹബ് യഹ ചേരാപുഞ്ചി ഹെ. അപ്പോഴാണ് സാങ്മ ഓർമ്മിപ്പിക്കുന്നത്, സാറേ ഇത് ചേരാപുഞ്ചിയാണ്. हाँ ख्याल आया, यह चेरापूंजी है. समुद्र की सतह से कोई 1300 मीटर ऊपर, जो विश्व में सबसे अधिक वर्षा वाले स्थान के लिए प्रसिद्ध है. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അയ്യോ ഞാൻ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത്? ചേരാപുഞ്ചിയിലാണ് നിൽക്കുന്നത്. സമുദ്രത്തട്ടിൽ നിന്ന് 1300 മീറ്റർ 1300 മീറ്റർ ഹൈ ഒരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. അതും വിശ്വമേ സബ്സെ അധിക് വർഷാ വാലെ സ്ഥാൻ കെ ലിയെ പ്രസിദ്ധ ഹെ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു പ്ലേസായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. बहुत पहले पढ़ी एक कविता याद आ जाती है. ചേരാപുഞ്ചി സെ ആയാ ഹൂँ ഫിർ ഭി പ്യാസ. എനിക്ക് ഈ ടൈറ്റിൽ, ഈ പന്ത് പറയുന്നത് ഈ ടൈറ്റിലും ഈ പാട്ടിൽ നിന്നാണ് കിട്ടിയത്. ചേരാപുഞ്ചി സെ ആയാ ഹൂँ ഫിർ ഭി പ്യാസ. हम लोग कभी कल कल छल छल करते प्रपात को निहार रहे हैं, कभी पानी से घिरे देश के भूभाग को. आस पास चाय पानी की 2-4 छोटी छोटी दुकानें हैं. हल्की हल्की ठंड लगने लगी है. हम लोगों ने स्वेटर पहन लिए हैं और एक दुकान से लेकर चाय पीने लगे हैं. वर्षा फिर बंद हो गई है, धूप फिर खिलाई है. ഞങ്ങൾ അവിടെ തന്നെ ഒരു ചായക്കടയിൽ ചായയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്കും മഴയൊക്കെ മാറി പിന്നെയും ഇളം വെയിൽ വന്നു. इसी तरह वर्षा धूप कोहरे की लुका छिपी का खेल चलता रहता है यहाँ. जी हाँ, इस चेरापूंजी में खासी पर्वत श्रृंखलाओं के इस शांत एकांत सौंदर्य स्थल में. അപ്പോൾ ഇതാണ് ഈ ചേരാപുഞ്ചി മേഘാലയയുടെ പ്രത്യേകത. ഇങ്ങനെ മഴ വരും, പിന്നെയും ഇളം വെയിൽ വരും, മഴയും വെയിലിൻ്റെ ഒരു ഒളിച്ചെളി ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കും. ഈ പർവ്വത് ശൃംഖല ശാന്ത് ഏകാന്ത് സൗന്ദര്യ സ്ഥല എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ റെഫറൻസിന് വേണ്ടി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് ഇവിടെയാണ്, മേഘാലയയിലാണ്. അത് ഈ വില്ലേജാണ്. അതിനെ ഏഷ്യയുടെ ക്ലീനസ്റ്റ് വില്ലേജായിട്ട് ഡിക്ലെയർ ചെയ്തതിൽ ഒരു അതിശയവുമില്ല. നോക്കി ഇതിൻ്റെ പിക്ചേഴ്സ് നോക്കി. ഇത് എത്രയോ വർഷം മുമ്പ്, 10-15 വർഷം മുമ്പ് ഈ ഗ്രാമം പ്ലാസ്റ്റിക് ഫ്രീ ആണെന്ന് പോലും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവിടുത്തെ ഗ്രാമീണർ ഈ വില്ലേജിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എല്ലാവരും ഗാർഡനിങ്ങിനും പിന്നെ അതുപോലെ അവരുടെ തെരുവുകളും എല്ലാം അവർ തന്നെയാണ് അത് ക്ലീൻ ചെയ്യുന്നത്. മോദിജി തൻ്റെ സ്വച്ഛ് ഭാരത് അഭിയാനിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഈ ഗ്രാമീണരുടെ ഒരാഗ്രഹം ഈ ടൈറ്റിൽ കീപ്പ് ചെയ്യാന്ന് മാത്രമല്ല, ഇപ്പോൾ ഇവർ ഏഷ്യയുടെ ക്ലീനസ്റ്റ് വില്ലേജ് ആയിട്ടാണ്, ഇവർ വേൾഡിൽ തന്നെ ക്ലീനസ്റ്റ് വില്ലേജ് ആയിട്ടുള്ള ഒരു ഖ്യാതി ഇവർക്ക് കിട്ടണമെന്നാണ് ഇവരുടെ ആഗ്രഹം. നോക്കി എന്ത് മനോഹരമാണ്. സത്യം പറഞ്ഞാൽ ഈ പിക്ചേഴ്സ് കണ്ടാൽ അത് അവിടെ വിസിറ്റ് ചെയ്യണം. ഇത്രയും മനോഹരമായ ഒരു ഗ്രാമം. വീടുകളെല്ലാം കോൺക്രീറ്റ് വീടുകളല്ല കേട്ടോ, ബാംബു കൊണ്ടാണ് കൂടുതലും വീടുകൾ അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അത് ആ ഏരിയയിലെല്ലാം കൂടുതലും അങ്ങനെയാണ്. കാരണം എപ്പോഴും ഈ ഭൂമി കുലുക്കത്തിനൊരു സാധ്യതയുള്ളത് കാരണം അവർ ബാംബു ഹൗസസ് ആണ് കൂടുതലും. വളരെ മനോഹരമായ വില്ലേജാണ്. मन करता है प्रपात को बस निहारते रहो, केवल निहारते ही न रहो बल्कि उसके जल कणों को नज़दीक से छू लो, लेकिन नज़दीक जाने का कोई रास्ता नहीं है। और यह अच्छा ही है कि मेघालय सरकार ने इस प्रपात तक जाने का कोई रज्जू मार्ग नहीं बनाया. സത്യം പറഞ്ഞാൽ ആ ഒരു വാട്ടർഫോൾ, മോസ്മായി വാട്ടർഫോൾ കണ്ടാൽ അവിടുത്തെ വെള്ളം ഒന്ന് തൊടാൻ തോന്നും. പക്ഷേ അവിടുത്തെ മേഘാലയ ഗവൺമെൻറ് അങ്ങോട്ട് പോകാനുള്ള റോപ്പ്, ഇത് കണ്ടോ, ഈ പിക്ചർ കണ്ടാൽ നമുക്കറിയാം എത്ര ഡീപ്പ് മൗണ്ടൻ ആണെന്ന്. അങ്ങോട്ടൊന്നും ആർക്കും പോകാൻ ഒക്കത്തില്ല. പിന്നീട് ഈ നമ്മുടെ ലേഖകൻ പറയുകയാണ്, ഒരു കണക്കിന് ഗവൺമെൻറ് അങ്ങനെ ചെയ്യാഞ്ഞത് കാര്യമായി. കാരണം എന്താണ്, ബനായ ഹോത്ത तो पर्यटन स्थलों को कमाई के अड्डे में बदल देने वाले तथाकथित टूरिस्ट प्रमोटर इस अछूत प्राकृतिक सौंदर्य स्थल को नष्ट करने में कोई कसर न रख छोड़ते. ഏതെങ്കിലും കാരണവശാൽ അവിടെ മനുഷ്യർക്ക് എത്തപ്പറ്റുന്ന രീതിയിൽ ഗവൺമെൻറ് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ സൗകര്യം, അങ്ങനെയെങ്കിൽ ഈ ടൂറിസത്തിൻ്റെ പേരിൽ പൈസ ഊറ്റുന്ന ആൾക്കാർ അവിടെ എല്ലാം അതിൻ്റെ ആ ഒരു പ്രാകൃതിക സൗന്ദര്യം നഷ്ടപ്പെടുത്തിയേനെ. ഇപ്പം മനുഷ്യരവിടെ എത്താത്തത് കൊണ്ടാണ് എന്ത് നാച്ചുറലായിട്ടാണ് ബ്യൂട്ടിഫുള്ളായിട്ട് അത് അവിടെ അങ്ങനെ ഇരിക്കുന്നത്. उधर बांग्लादेश की तरफ भी अब कोहरा कुछ कम हो गया है. बांग्लादेश का भूभाग अब कुछ ज़्यादा स्पष्ट दिखाई पड़ रहा है और हम लोग अब जीप में बैठकर लौट रहे हैं. അങ്ങനെ ഞങ്ങൾ ആ ഒരു മോസ്മായി പ്രപാത്ത് വാട്ടർഫോൾ കണ്ടു. ഞങ്ങൾക്ക് കാണാം, ബംഗ്ലാദേശിൻ്റെ ഏരിയ നമുക്ക് കാണാം, വളരെ വിദൂരമാണെങ്കിലും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ജീപ്പിലിരുന്ന് തിരിച്ച് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഈ യാത്രയിൽ നമ്മളും പങ്കെടുക്കും. അടുത്ത അപ്ലോഡിങ്ങിൽ ആ പ്രദേശത്തെ വിശേഷം നമ്മൾ കൂടുതലറിയും. അതുവരേക്കും നന്ദി, നമസ്കാരം.